നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി അടക്കം ഒരു നയരേഖ, കേരളത്തിൻ്റെ വികസന നയരേഖ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതേ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് CPM അടിമുടി മാറുകയാണോ, പുനരുദ്ധരിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ആകാമെന്നാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ രേഖ വ്യക്തമാക്കുന്നത്. സെസ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും രേഖ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കാലത്ത് ADB വായ്പയ്ക്കെതിരെ അതിശക്തമായ സമരം ചെയ്ത CPM തന്നെയാണ് പിന്നീട് നയം മാറ്റി ലോകബാങ്കിൻ്റെ സഹായം അടക്കം സ്വീകരിച്ചത്. ഇവിടെയും സമാനമായ രീതിയിലേക്കുള്ള ഒരു നയമാറ്റത്തിനാണോ CPM ഒരുങ്ങുന്നത്? നഷ്ടത്തിലായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം ഏറ്റെടുത്ത് വിജയത്തിലാക്കി ഇന്ത്യക്കാകെ മാതൃകയാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒരു ഇടതു സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നയമാറ്റത്തിലേക്ക് നീങ്ങുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. എറണാകുളത്ത് നിന്ന് ഏലിയാസ് ആണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഏലിയാസ്, ഇന്ന് CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്ന ഒരു കേരളത്തിൻ്റെ വികസന നയരേഖയിൽ പറയുന്നത് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് മറ്റു തരത്തിൽ ലാഭത്തിലാക്കാൻ കഴിയില്ല എങ്കിൽ അവിടെ പൊതു സ്വകാര്യ പങ്കാളിത്തം ആവാം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ CPM ഇതുവരെ തുടർന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തം പാടില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായി തന്നെ നിലനിൽക്കണം എന്നുള്ള ഒരു നയത്തിൽ നിന്നുള്ള മാറ്റമാണോ? സാറേ, ഏത് കമ്പനി ഇപ്പോ ലാഭത്തിലുള്ളത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുവെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇടതു സർക്കാരിൻ്റെ കാലത്ത് ലാഭത്തിലെത്തുകയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലായി കേന്ദ്രം വിൽക്കാൻ വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം കേരളം വാങ്ങി അത് മെച്ചപ്പെട്ട നിലയിലേക്ക് പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളം അങ്ങനെ മോശപ്പെട്ട സംസ്ഥാനമല്ല. അല്ല, സമ്മതിച്ചോ. ഇപ്പൊ ഗോവറി ഏതാണ്ട് വരുന്ന അവിടെ ഏതാണ്ട് കമ്പനി ഏറ്റെടുത്തിട്ട് അതിപ്പോ ഒരു പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കണ്ടല്ലോ സാറേ. അല്ല, അങ്ങനെ എല്ലാ കമ്പനികളും മെച്ചപ്പെട്ടത് എന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കമ്പനിയും മെച്ചപ്പെട്ടതായിരിക്കണം അങ്ങനെയൊക്കെ പറ്റുമോ? കേരളത്തിലെ ഒരു കാലത്ത് മുഴുവൻ കേന്ദ്ര സർക്കാർ അടക്കം എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് ഇതുവരെയും ഇങ്ങനെയൊക്കെ പിടിച്ചത്. പക്ഷെ ഇപ്പോൾ നയം മാറ്റുന്നു. നമ്മളിപ്പോ കേന്ദ്രത്തിലെ കാര്യം പോട്ടെ, കേരളത്തിലെ കാര്യം നോക്കാം. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? പറഞ്ഞോ. അത് നമ്മുടെ ഈ സർക്കാർ ഇതെല്ലാം കൊണ്ടുപോകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 15-18 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. അതേക്കുറിച്ച് ന്യൂസ് 18 ഞാൻ പല പ്രാവശ്യം ശരി ശ്രീ ഏലിയാസ്, നമ്മൾ ആവശ്യമടക്കം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ കൂടുതൽ വാർത്തകളടക്കം ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതുമാണ്. ശ്രീ ഏലിയാസ്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? CPM-ന്റേത് ഒരു നയം മാറ്റമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. കേരളത്തിലെ 57 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായിട്ട് കേരളം ഭരിച്ചേരം. അന്ന് ബെർളയൊക്കെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഇവിടെ വ്യവസായം നടത്താൻ അനുമതി കൊടുത്ത ഗവൺമെന്റാ കേരളത്തിലെ ഈ ഇടതുപക്ഷ EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അതെ, ആ ഗവൺമെന്റ് അന്നും പിന്നെ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ച ഗവൺമെന്റാ. കാലത്തിനനുസരിച്ച് നമ്മള് ഈ നയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാ കാലവും ഒരു നയവും ഒരു പാർട്ടിയായിട്ട് മുമ്പോട്ട് പോകും. അതല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെതിരെ വലിയ സമരങ്ങളൊക്കെ നയിക്കുകയും വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയ സംഘടനയാണ് CPM-ന്റെ നയവും അതായിരുന്നു. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്നത് നഷ്ടത്തിലാണ്. വ്യക്തമായ രൂപം ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ കൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്ന 5:30. അതിൽ കൂടി നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാം. അതിനിപ്പുറം ഒരു വാർത്തയും ഒരു ചാനലിനും കിട്ടിയതാ. അങ്ങനെയൊന്നും പറയരുത് ശ്രീ കുഞ്ഞഹമ്മദ്. ഞങ്ങളിതൊന്നും ഊഹിച്ചടിക്കുന്നതല്ല ശ്രീ കുഞ്ഞഹമ്മദ്. ഇതൊക്കെ ഏത് പാർട്ടിയായാലും ഒരു പാർട്ടിയിലെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള അത്യാവശ്യം ശേഷിയും അതൊക്കെ പുറത്തുകൊണ്ടുള്ള ശേഷിയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അതെന്തിനാണ്? ഞങ്ങൾക്ക് 5:30 വരെ പാർട്ടി സെക്രട്ടറി പറയുന്നവരെ താങ്കൾ കാത്തിരിക്കണമായിരിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ രേഖ കിട്ടാനുള്ള സംവിധാനം നമുക്കുണ്ട്. കേട്ടില്ല. ശരി, ശ്രീ കുഞ്ഞഹമ്മദാണ് പറയുന്നത്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൂർണ്ണമായും നഷ്ടത്തിലായ അല്ലെങ്കിൽ ഈ ലാഭത്തിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സ്ഥാപനങ്ങളിൽ ആണ് എന്ന് വ്യവസ്ഥയോടുകൂടിയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇത് CPM-ന്റെ ഒരു പൊതു നയത്തിൽ നിന്നുള്ള മാറ്റമല്ലേ ഇത്? നമസ്കാരം. എല്ലാ പെട്ടിക്കടകളും പൂട്ടിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ അതും പൂട്ടിക്കും.
അതെങ്ങനെയാണ് ശ്രീ ജയകുമാർ? അത് ഏത് കണക്കിലാണ് ജയകുമാർ പറയുന്നത്? കേരളത്തിലെ കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ കേന്ദ്രം വിറ്റ പൊതുമേഖലാ സ്ഥാപനമടക്കം കേരളം ഏറ്റെടുത്ത് വിജയകരമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നു. കേരളം കേന്ദ്രം വിൽക്കാൻ വെച്ച സ്ഥാപനമാണ്, അതാണ് പണം കൊടുത്ത് വാങ്ങി കേരളം നന്നായി നടപ്പാക്കുന്നത്. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ കൂടി കേരളം കാണിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങ് പൂട്ടിയെന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റം വരുത്തിയത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണ്. പൂട്ടിച്ചു സാറേ പൊതുമേഖല. എത്ര എണ്ണം കേരളത്തിലെ 2000 ഇതിൽ കൃത്യമായ കണക്കുകൾ വ്യക്തമാണ്. കേരളത്തിൽ ഈ സർക്കാർ ഒന്നാമത്തെ ഇടത് സർക്കാർ അധികാരത്തിലേറുമ്പോൾ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായിരുന്നു, ഇപ്പോൾ എത്ര പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലായിരുന്നു? ആ കണക്ക് നോക്കിയാൽ വ്യക്തമാവും. കണക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. എവിടെ പൂട്ടിച്ച്? കേരളത്തിൽ എങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഈ സർക്കാർ വന്നതിന് ഏതെങ്കിലും സ്ഥാപനം പൂട്ടിച്ചിട്ടുണ്ടോ? കേട്ടില്ല. അങ്ങേരി ശരിയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് എനിക്ക് എന്താണ് മടി? അല്ലാതെ അംഗീകരിച്ചെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഈ സർക്കാർ വന്ന ശേഷം പൂട്ടിച്ച സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു പൂട്ടിച്ച സ്ഥാപനം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തന്നെ പറയാം. ഏതാണ് പേര് പറയൂ താങ്കൾ ശ്രീ ജയകുമാർ. ജയകുമാർ ഒരു പേരെങ്കിലും പറയൂ. ഈ സർക്കാർ പൂട്ടിച്ച ഒരു സ്ഥാപനത്തിന്റെ പേര് പറയൂ. തൊഴിലാളികളെ പൂട്ടി ചിത്ര പറഞ്ഞേട്ടാ. ശ്രീ ജയകുമാർ പേര് പറയൂ, ആ സ്ഥാപനത്തിന്റെ പേര് പറയൂ. ശരി, ഓക്കെ. എനിക്ക് നമ്മൾ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാം, അത് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം CPM നയം മാറിയോ എന്നുള്ളതാണ്. എന്ന് കരുതി ഇതുവരെ ചെയ്ത കാര്യങ്ങളും എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ഇതുവരെ എല്ലാം മോശപ്പെട്ടാണ്, എല്ലാം കേരളത്തിൽ പൂട്ടിക്കാണ്, ആ മട്ടിലേക്ക് ചർച്ച ചെയ്യുന്നത് അത് ഒരു ശരിയായ ചർച്ചയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോയ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ലാഭത്തിലേക്ക് പോയ പൊതുമേഖലാ സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ ആകെ കണക്കെടുക്കുമ്പോൾ അത് ലാഭക്കണക്കാണ് നമുക്ക് കൂടുതൽ എന്നത് കൂടി പറയേണ്ടി വരും. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. അപ്പൊ ഞാൻ പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി മാറി ഭരണത്തിൽ വന്നിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ മാറേണ്ടി വരും തീർച്ചയായിട്ടും. ഇപ്പൊ ബിവറേജ് അതിനുള്ള അനുമതി ഇപ്പോഴും നിലവിലുണ്ടല്ലോ, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് അത് അടച്ചിട്ടില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ബിവറേജ് അടയ്ക്കുന്നതിന് ഇതുമായിട്ട് എന്താണ് ബന്ധം? ബിവറേജ് കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വാങ്ങി വിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അത് ഇതുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ലാഭം അവര് മുന്നിൽ വെച്ചല്ലേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലതും സ്വകാര്യവൽക്കരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് നിലനിൽപ്പും കൂടെ നോക്കണ്ടേ. ഏതൊരു പാർട്ടിക്കായാലും അവർ അങ്ങനെയൊക്കെ ആവും. അത് നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇനി ഒരു ഭരണമാറ്റം, ഇനി തുടർച്ചയായിട്ട് ഒരു ഭരണം വരണമെങ്കിൽ അവർ ഈ പറയുന്ന രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും അത്ര ഒരു മാറ്റത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്തൊന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ സ്ഥലത്താണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്, അവിടെയാണ് മുഖ്യമന്ത്രി ഒരു രേഖ അവതരിപ്പിച്ചത്, അതിലാണ് ഇത്തരം ഒരു മാറ്റം, നയം മാറ്റത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ മുറ്റത്ത് അപ്പൊ സ്വകാര്യ പങ്കാളിത്തത്തിൽ നയം മാറുന്നതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള സ്വാശ്രയ കോളേജിൽ നിന്ന് വ്യത്യാസമായിട്ട് പോകുന്നതോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങളും കൂടെ ഒന്ന് തിരിച്ച് പോയാൽ കൊള്ളാം. അതിലൊന്ന് ഈ CHUക്കാര് ഉള്ള അവർ വാദിച്ച ചില വർത്താനങ്ങളുണ്ട്. പിന്നെ SFIക്കാരെ കയ്യിൽ വെക്കണം, വൃത്തിയാക്കി കൊണ്ടു നടക്കണം. പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ ഇതിന്റെ ഉത്തരം മുട്ടുമ്പോൾ ചിത്തരഞ്ജന കണക്ക് കളഞ്ഞിട്ട് പോകുന്ന കലാക്കളുണ്ടല്ലോ, അവരെ കണക്കുള്ളവരല്ലാതെ മിടുക്കരായവർ ഈ കൊല്ലം ജില്ലയ്ക്കകത്തുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ചോദിച്ചു അവിടുത്തെ MLA ഇവിടെ നിന്ന്. അപ്പൊ പാർട്ടി സെക്രട്ടറി ചോദിച്ചു. അപ്പൊ അതിനൊരു വൃത്തിയുള്ള ഉത്തരം പറഞ്ഞ് അല്ലെങ്കിൽ മിണ്ടാതെ നടന്നു പോയാൽ മതി. പോയി തിരക്ക് എനിക്കറിയില്ല, ഞാൻ അത് തിരക്കിടയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ നയരേഖ പുതിയതായിട്ട് വ്യത്യാസം വരുമെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിപ്പോഴല്ല, അത് ഒരു വർഷത്തിന് മുമ്പേ നമുക്ക് തോന്നി. കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചാൽ മാത്രമേ മുമ്പോട്ട് ഈ പാർട്ടി തന്നെ മുമ്പോട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം MA പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ് പറ്റത്തില്ല, അത് മുമ്പോട്ട് വന്നെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ളത്. ആ മറ്റു പല കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ വേറെ ചില 1-2 കാര്യമുണ്ട്. അതിനകത്തൊന്ന് ഈ ക്ഷേമ പെൻഷൻ അവസാന നിമിഷം അടുത്ത വർഷം മാർച്ചിലല്ലേ ഇലക്ഷൻ. അതിന് തൊട്ട് ക്ഷേമ പെൻഷൻ പറഞ്ഞ ആ അളവിൽ തന്നെ 2500 കൊണ്ടെത്തിച്ചുകൊണ്ടായിരിക്കും ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ സമ്പൂർണ്ണ ഭവന പദ്ധതി എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇത് വിജയിപ്പിക്കൊണ്ടെത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നിട്ട് ഈ പറയുന്ന നയമാറ്റം, ഈ സ്വകാര്യവൽക്കരണത്തിന്റെ നയമാറ്റം അതൊക്കെ നടപ്പിലാവും. പിന്നെ ആ ഭൂപരിയൊക്കെ അവിടെ എന്ത് നടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അത് നടപ്പുവശമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ
റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെ ഉള്ള പരിപാടി മറ്റന്നാൾ നടക്കാൻ പോകുമ്പോൾ അതിന്റെ പേരിലൊക്കെ വരുന്ന എത്ര കേസുകൾ എത്ര കേസ് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ കണ്ടിരുന്നറിയണം. ആ കേസുകൾക്ക് ജനം ശരി, വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ അച്യുതനാണ് ഉളവണ്ണയിൽ നിന്നും. ശ്രീ അച്യുതൻ, താങ്കൾ എങ്ങനെയാണ് CPM-ന്റെ പരമ്പരാഗതമായി തന്നെ CPM-ന്റെ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നു. കേരള സർക്കാർ അത് നഷ്ടത്തിലായ സ്ഥാപനങ്ങളടക്കം ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുന്ന ഒരു മാതൃക കാണിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു വെള്ളം ചേർക്കുന്നു എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതെ, ഞാൻ കുറച്ചു കാലമൊക്കെ CPM-ൽ പ്രവർത്തിച്ച ആളാണ്. ശരി, ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? ഇപ്പൊ ഞാൻ ഒന്നിലില്ല. ഞാൻ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി പണിയിട്ട ആളാ. കോമൺവെൽത്ത് അതിപ്പോ എത്രയോ കാലമായിട്ട് നഷ്ടത്തിലാണ്. എത്രയോ കമ്പനി പൂട്ടിപ്പോയി കോമൺവെൽത്തിന്റെ. ഇപ്പൊ കുറച്ച് കമ്പനി നഷ്ടത്തിൽ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ നഷ്ടത്തിൽ അതൊക്കെ ഇപ്പൊ ഏറ്റെടുത്ത് എത്രയോ നന്ന്. ഇത് നഷ്ടത്തിൽ ഓടുന്ന കമ്പനികളും ഒക്കെ ഏറ്റെടുത്ത് ഇവിടെ തന്നെ ജയിക്കാൻ പൈസ ഇല്ലേ? സർക്കാരിന് ശമ്പളം കൊടുക്കാൻ തന്നെ പൈസ ഇല്ലേ? അങ്ങനത്തെ ഒരു സർക്കാരാണ് ഇപ്പൊ ഇതിപ്പോ നടത്താൻ പോണത്. സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, അത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നൽകാമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച അതേ നയം തന്നെ പറയുന്നു. അതിന് പണം വേണ്ടേ? ഇവിടെ നഷ്ടത്തിൽ ഒടുങ്ങിയെടുക്കണ സംഗതിയൊക്കെ അല്ല, സ്വകാര്യ ആളുകൾ ഇപ്പൊ ഏത് നഷ്ടത്തിലൂടെ സാധനം ഏറ്റെടുക്കാൻ ഒരുപാട് പേര്, അവർക്ക് മറ്റു പല താല്പര്യങ്ങളൊക്കെ കാണും. അങ്ങനെ എപ്പോഴും കേന്ദ്രമൊക്കെ പലപ്പോഴും UPA സർക്കാരിന്റെ കാലം മുതൽ ഇത് വിൽക്കാൻ വേണ്ടി പല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റാണല്ലോ സർക്കാർ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതെ, അത് ശരിയാണ്. തന്നെ വേറെ ഒന്നുണ്ട്. ഇതിപ്പോ നമ്മളിവിടുത്തെ DYFIക്കാര് ഇപ്പൊ സമരം ചെയ്തിട്ട് ശ്രീനിവാസൻ, അയാളെ വിമാനത്താവളത്തിന് ഇങ്ങേപ്പുറത്ത് വെച്ച് അടിച്ചാൽ അയാൾ ഇതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അയാളോടൊന്ന് ആദ്യം മാപ്പ് പറയണതിന്. ശരി, ഇപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. എന്തായാലും ശ്രീ ജിഷിനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ജിഷിൻ, താങ്കൾക്ക് പറയാം. ജിഷിൻ കേൾക്കാമോ? ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കളുടെ ജില്ലയിൽ നടക്കുന്ന ഈ പാർട്ടി സമ്മേളനത്തിലാണ് ഇത്തരമൊരു നയമാറ്റത്തിന്റെ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം കിരൺ ബാബു. ആദ്യമായി CPM-ന്റെ നയമാറ്റത്തെ ഞാനൊരു വ്യാപാരി കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം CPM-ന് വൈകി വന്ന വിവേകമാണ്. ചിലർക്കൊക്കെ വൈകി വിവേകം വരും, നമ്മളത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നു. അപ്പൊ എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, CPM ഈ ഒരു നിലപാട് 30 വർഷത്തിന് മുമ്പേ കേരളത്തിൽ എടുത്തിരുന്നുവെങ്കിൽ നമ്മളൊരു സിംഗപ്പൂരായി മാറിയേനെ. കാരണം CPM-ന്റെ എക്കാലത്തുമുള്ള നിലപാട് എല്ലാത്തിനെയും എതിർത്തു. ഇവിടെ കിരൺ ബാബു തന്നെ ടൈറ്റിലിൽ പറഞ്ഞായിരുന്നു, അതായത് ADB വന്നപ്പോൾ ADB-ക്കാർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ADB-യുടെ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് കരിയോയിൽ ഒഴിച്ച ആളുകളാണ് ഇന്നത്തെ CPM-കാർ. അന്നത്തെ DYFI-ക്കാരായിരുന്നു അവരെല്ലാം, അല്ലേ കിരൺ? അതെ, അല്ലേ? അപ്പൊ ആ ഒരു നയം മാറി പുതിയൊരു ബദൽ രേഖ ഉണ്ടാക്കിയതിനോ, ഇനിയിപ്പോ അവർ ആര് സെക്രട്ടറി ആണെന്നോ ആര് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, ആ ബദൽ രേഖ ഉണ്ടാക്കിയത് കേരളത്തിലൊരു ഉണർവ് കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കഴിഞ്ഞ 30 വർഷമായി കേരളത്തിലെ പിന്നിലോട്ട് നയിച്ചതിന് കേരളത്തിലുള്ള ജനങ്ങളോട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്ത് വെച്ച് തന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവരെ സുഹൃത്തുക്കളും നാളെ 9-ാം തീയതി സമ്മേളനം കഴിയുമ്പോൾ ആ വേദിയിൽ വെച്ച് മാപ്പ് പറയണം. 30 വർഷം കേരളത്തിലെ പിന്നിലോട്ടടിപ്പിച്ചു. അത് നഗ്നമായൊരു സത്യമാണ്. ഇത് നമ്മളെ എറണാകുളത്ത് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ അന്ന് അതിനെതിരെ അല്ല, ഞാൻ പറയട്ടെ കിരൺ, കിരൺ, എനിക്ക് നിങ്ങൾ എടുത്ത നല്ലൊരു വിഷയമാണ് കിരൺ. അതിലെനിക്ക് ഒരു 2 കാര്യം പറയാനുണ്ട് കിരൺ. അതിനെനിക്ക് എളുപ്പം പറഞ്ഞോളൂ. അല്ല കിരൺ, ഞാൻ പറയട്ടെ, നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോ പോലും അന്നത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശർമ്മ പറഞ്ഞൊരു കാര്യം ഒരുപാട് ബിനോയ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറയട്ടെ, എന്തായാലും ഈ ബദൽ രേഖ ഞാൻ ഇപ്പോഴും പറയുന്നു, CPM ആണ് കേരളത്തെ ഈ ഗതിയിൽ കൊണ്ടെത്തിച്ചത്. അവർ 9 വർഷം. പക്ഷെ അങ്ങനെ ശ്രീ ബിനോയ് ഒരു കാര്യം, കണക്കുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്കും ഇപ്പോഴത്തെ കണക്കുകളും പരിശോധിച്ചാൽ ഈ LDF സർക്കാർ വന്ന ശേഷമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് വരാൻ തുടങ്ങിയത്. ലാഭത്തിന്റെ വിഹിതത്തിലൊക്കെ വലിയ കുതിച്ചാട്ടമാണ് ഉണ്ടായത്. അല്ല കിരണെ, അത് നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കുക. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നേരത്തെ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ സമരം ചെയ്തത് CPM-കാരാണ്. അപ്പൊ സമരം ചെയ്തുകൊണ്ടാണോ ശ്രീ ബിനോയ് അവിടെയൊക്കെ നഷ്ടം ഉണ്ടായത്? അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു കോൺഗ്രസിന്റെ ഒരു സംസ്കാരം എനിക്ക് മനസ്സിലായി. അല്ല ഞാൻ പറയട്ടെ കിരണെ, നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് സമരം ചെയ്താൽ നിങ്ങളെ സമരത്തിന് ചർച്ചയ്ക്ക് വിളിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കേൾക്കും.
പക്ഷെ ഈ ഗവൺമെന്റ് അത് കേൾക്കാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് ശരി, ഓക്കെ. എന്നാൽ പോവുകയാണ്. താങ്കൾക്ക് സമയം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ്, CPM ഒരു നയം മാറ്റം വന്നിട്ടുണ്ടോ? നമസ്കാരമെങ്കിലും നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെങ്കിലും CPM ഇങ്ങനെ ഒരു തല വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ സന്തോഷം. കോൺഗ്രസിന്റെ ബുദ്ധി അവർ കിട്ടിയല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, വാറ്റ് പേപ്പറിലെ കൂടി ഇലക്ഷൻ വരുമ്പോൾ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് ജയിക്കുമ്പോൾ കേരളം മാത്രമാണ് CPM കിട്ടിയ മഹാനായ VM സംഭരിയുടെ മുഖ്യമന്ത്രിയുമായി. അതിനുശേഷം എന്ത് വികസനം വന്നാലും ഇവര് അതിനെ പൂട്ടിപ്പിച്ചു, തുറപ്പിച്ചു, പൂട്ടിച്ചാണ് എല്ലാം പോയിട്ടുള്ളത്. അതിനുശേഷം 10-35 വർഷം ശേഷം ഇപ്പൊ മുമ്പേ തൊട്ട് പോയ ഒരാൾ പറഞ്ഞു കറക്റ്റ് പോയിന്റാണ്. 30 വർഷത്തിന് മുമ്പ് ഈ സംഭവം കൂടെ എടുത്തിരുന്നുവെങ്കിൽ കേരളം ഞാൻ ജോലി സിംഗപ്പൂര് പോലെ കേരളം ആവൂലായിരുന്നു എന്റെ പൊന്നു സഹോദര സാറെ. ആദ്യം ഇത്രത്തോളം കുട്ടിച്ചോറാക്കി ഇപ്പോ 8 വർഷം ഭരണം കിട്ടിയപ്പോൾ എന്താണ് മനുഷ്യന്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട ഇപ്പൊ ഇരിക്കുന്ന എല്ലാവർക്കും തലയ്ക്കകത്ത് വിവരം വെച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേറെ മുഖ്യമന്ത്രി പ്രദേശമായി മനസ്സിലാക്കണം, അദ്ദേഹം പാസ് സെക്രട്ടറി സമയത്താണ് ഈ പ്രശ്നം അന്നുമൂലം തുടക്കിയിട്ടത്. അദ്ദേഹം ഇന്ന് കാലം 30 SOFയുടെ ആൾക്കാരെ കൊന്നെന്ന് പരസ്യമാറ്റി നമ്മുടെ അസംബ്ലിയിൽ പറഞ്ഞതാണ്. 30 SOFയുടെ സഹാക്കളെ മരിച്ചെന്ന്. ഇതാക്കി വേണ്ടി പാർട്ടിക്ക് വേണ്ടി മരിച്ചതാണ്. അന്ന് എല്ലാ സ്വാശ്രയ കോളേജുകളും സ്വാശ്രയ യൂണിവേഴ്സിറ്റി കോളേജിലും കൊണ്ടുവന്നപ്പോൾ ഉയർത്തവരാണ് ഇവർ. ഇപ്പോഴെങ്കിലും അവർക്ക് ബുദ്ധി ഉണ്ടായാൽ എനിക്ക് സന്തോഷമുണ്ട്. എന്ത് പറഞ്ഞാലും ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്ന വ്യവസ്ഥയോടുകൂടിയാണ് പറയുന്നത്, പക്ഷെ അപ്പോഴും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് നീങ്ങാം എന്നുകൂടി പറയുന്നുണ്ട്. ഇതൊരു നയംമാറ്റമാണോ? നമസ്കാരം. പറയാൻ സാറ് മുമ്പ് ഒരു ആളോട് ചോദിച്ചായിരുന്നു പൊതുമേഖലാ സ്ഥാപനം ഏതാ നഷ്ടപ്പെട്ടതെന്നൊക്കെ. ചോദിച്ചിട്ട് സഹകരണ ബാങ്കിൽ പൊതുമേഖലാ സ്ഥാപനമാണോ? സഹകരണ ബാങ്ക് എങ്ങനെയാ പൊതുമേഖലാ ഫാക്ടറി ആണോ സഹകരണ ബാങ്ക്? അല്ല പിന്നെ എങ്ങനെയാ സാറേ, അത് സർക്കാരിന്റെ അല്ലെന്നാണല്ലോ സർക്കാർ പറയുന്നത്, സപ്ലൈക്കോ അല്ലെന്നാണല്ലോ പറയുന്നത്. താങ്കൾ ഏതാണ് ഉദ്ദേശിച്ചത്? സഹകരണ ബാങ്കുകളാണോ ഇപ്പോഴും ബാങ്കുകളോട് ബന്ധപ്പെട്ട തർക്കമാണോ? KSRTC പൊതുമേഖലാ സ്ഥാപനം. അതെ 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 അതെ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പൂട്ടിച്ചു, ഈ സർക്കാർ ഇവർ പൂട്ടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പൂട്ടിച്ചല്ല. കഴിഞ്ഞ വർഷവും മുൻകാലങ്ങൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോഴും നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ 131 വരുന്ന സ്ഥാപനങ്ങളിൽ നഷ്ടത്തിലായത് ഇപ്പോഴും ഉണ്ട്. അത് 66 ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അതിലും സംശയമില്ല. പക്ഷേ ഈ സർക്കാർ ആകെ പൂട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. ഈ സർക്കാർ കേന്ദ്രം വിൽക്കാനിരുന്ന സ്ഥാപനങ്ങളെ അടക്കം ഏറ്റെടുത്ത് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ്. അതിൽ നമ്മൾ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അത് കോഴിക്കോട്ടെ മാവിയോ റയോൺ ഫാക്ടറി മാത്രമല്ലേ സർക്കാർ ഇപ്പോൾ ഒരു ഊർജ്ജമായി കൊണ്ടുവന്ന ഒരു ഫാക്ടറി ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്താണ് സാറേ ചോദിച്ചാൽ, ഇത്ര സ്ഥാപനം KSRTC ശമ്പളം ഉണ്ടോ? സഹകരണ ബാങ്ക് എത്ര പൊളിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വ്യക്തികളായിക്കൊണ്ട് അവിടെ തുകകൾക്ക് വേണ്ടി അങ്കലാപ്പാട് ഓടി നടക്കാം, മക്കളെ കെട്ടിക്കാനും പിള്ളേരെ പഠനത്തിനൊക്കെ സമ്പാദിച്ചു അവര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിഷയം തന്നെ എടുത്ത് ഈ വിഷയത്തിൽ കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിജയകരമായി പ്രവർത്തിക്കുന്നതാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഈ സർക്കാർ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് കരുതി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നത് ഇപ്പോഴും നമ്മൾ വിമർശനമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ നയം മാറുകയാണോ? നല്ലത് കാണിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് നയം മാറ്റുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്നത്. CPM എന്ത് നയമാണ് സാറേ? അന്നത്തെ ഇന്നും പണ്ട് കുമരനെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ അന്നത്തെ പോലെ ഇന്നും അവരൊന്നും ഒരിക്കലും മാറില്ല. ഇപ്പൊ ഒരു ഇലക്ഷന്റെ ഒരു ത്തേക്ക് അപ്പോൾ അവര് ഉണ്ടാക്കി വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലാതെ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. എന്നും പൊതുമേഖലയെ നിലനിർത്തണമെന്നുള്ള അഭിപ്രായമാണ്. ഇന്ത്യ മുഴുവനും പൊതുമേഖല കേന്ദ്രം വിറ്റു തുലയ്ക്കുമ്പോഴും അത് ചെയ്യരുതെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതെ. അതേസമയത്ത് കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം വിൽക്കാൻ തുടങ്ങുമ്പോഴൊക്കെയും കഴിയുന്നതും അത് കേരളം ഏറ്റെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതും ശരിയാണ്. പിന്നെ ഇടതുപക്ഷം ഈ കഴിഞ്ഞ 8-9 വർഷമായിട്ട് അത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിയുന്നതും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടത്തിലോടുന്നത് ലാഭത്തിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതുവരെയും ഇങ്ങനെയൊക്കെ മാതൃക കാണിച്ചു എന്നൊക്കെ പറയുന്നത് അതെല്ലാം ശരി, സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ പറയുന്നത് നഷ്ടത്തിലായതിനെ പൊതുമേഖലയ്ക്ക് സ്വകാര്യ പങ്കാളിത്തമാവാം എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയല്ലേ പണ്ട് UPA സർക്കാരിന്റെ കാലത്തും പറഞ്ഞു. അവർ നഷ്ടത്തിലാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അവർ കണക്കുണ്ടാക്കുമ്പോൾ ഇതെല്ലാം നഷ്ടത്തിലേക്ക് വരും, അതെല്ലാം വിൽക്കും തീരുമാനിച്ചത്. ഇവിടെ പറയുന്നത് ഇതും അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ? അതൊരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയമാണ്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അല്ല, തീരുമാനമായില്ല, അതൊക്കെ ശരി ശ്രീകൃഷ്ണൻകുട്ടി. പക്ഷേ ഇത്രയും കാലം CPM എടുത്ത നയം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടവും ലാഭവും നോക്കേണ്ട, അത് രാജ്യത്തിന്റെ നട്ടെല്ലാണ്.
ലോകത്താകും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിനെ നഷ്ടത്തിലാക്കിയാണ് UPA സർക്കാർ. അതിന്റെ തുടർച്ചയാണ് BJP സർക്കാർ നടപ്പാക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഡൈല്യൂട്ടഡ് രൂപമല്ലേ ഈ നയരേഖയിൽ പറയുന്നത്? അല്ല 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 ഇത് അതിന്റെ ഡൈല്യൂട്ടഡ് രൂപമല്ല. ഇത് ഒരിക്കലും ലാഭത്തിലാവാൻ സാധ്യതയില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇത് തന്നെയാണ് ആദ്യം UPA സർക്കാരിന്റെ കാലത്ത് പറഞ്ഞതും. നഷ്ടത്തിലായ പൊതുമേഖലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം നമുക്ക് വിൽക്കാം. UPA സർക്കാരിന്റെ കാലത്ത് വിറ്റ് കളിച്ചതല്ലേ ലാഭത്തിലുള്ള അതെയാണ് എല്ലാവരും അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. നഷ്ടത്തിലാന്ന് വിൽക്കാമെന്ന് പറയുമ്പോൾ സ്വകാര്യ മുതലാളിമാർ കണ്ണുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിൽ നഷ്ടത്തിലേക്ക് എത്താനൊന്നും അധികം സമയം വേണ്ടല്ലോ. ആ ഒരു കച്ചവടക്കാരൻ ഇടതുപക്ഷത്തിനില്ല. അങ്ങനെയൊക്കെ കരുതി അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുക. ഇതുവരെ ചെയ്തതെല്ലാം നല്ലത്, പക്ഷെ അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നതും അതിനകത്ത് നല്ലതെന്ന് പറയാൻ പറ്റും. ഇതുവരെ നല്ല കാര്യം ചെയ്ത ഇടതുപക്ഷം ഇനിയും നല്ലതേ ചെയ്യുള്ളൂ. പൊതുമേഖല ഒരിക്കലും പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കത്തില്ല. സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിക്കാൻ ഒരു ഇടത് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ അവിടെ തയ്യാറാവാനുള്ള നയരേഖയുടെ തുടക്കം കുറിക്കുന്നു, അതല്ലേ? അത് പൂർണ്ണമായി ഒരിക്കലും സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ കയ്യിലേക്ക് പോകുന്ന രീതിയിലുള്ള എന്ത് നിയന്ത്രണം വന്നാലും സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ അത് സ്വകാര്യവൽക്കരണമാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പണ്ട് സ്വാശ്രയ കോളേജ് വന്നപ്പോൾ ഒരു വലിയ നിയമമൊക്കെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയാണ്. അവസാനം ആ നിയമത്തിന്റെ ഗതി എന്തായെന്നും ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കാശുള്ളവരോടൊക്കെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ടവർക്കെല്ലാം പഠിക്കാനുള്ള സംവിധാനമാണ്. പണ്ട് പറഞ്ഞ എന്താണ്? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പറയുന്ന നയം എന്ന് പറയുമ്പോഴും ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള രീതിയിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ശരി, അത് അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യങ്ങളല്ല എന്നതുകൊണ്ട് കൂടിയാണ് അത്ര വിമർശനങ്ങൾ ഉയരുന്നത്. ഇതുവരെ നല്ല കാര്യം ചെയ്ത ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ വിശ്വസിക്കാവുന്നതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് അങ്ങനെ തന്നെ കരുതാം. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യത്തിന് ഒന്നും നമ്മൾ എതിര് പറയുന്നില്ല. പക്ഷേ മാറ്റം വരുമ്പോൾ അതിനെ മാറ്റമായി തന്നെ പറയണം. ശ്രീ രാജനാണ് ക്ഷമിക്കണം, ശ്രീ ശിവദാസനാണ് കോഴിക്കോട്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. സൈനദാസൻ, ക്ഷമിക്കണം, ശ്രീ സൈനദാസനാണ്. ശ്രീ സൈനദാസൻ, ഞാൻ പെട്ടെന്ന് പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടത് അനിവാര്യമല്ലേ? അതുകൊണ്ട് പിന്നെ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ സംരംഭം വളരെ നല്ല രീതിയിൽ നീങ്ങും. നല്ലൊരു മാനേജ്മെന്റും നല്ല തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ സംരംഭം നന്നായിട്ട് പോകും. ജനങ്ങൾക്കെല്ലാം തൊഴിൽ കിട്ടും. നല്ലൊരു സംരംഭമാണ് ഇത്. അവർക്ക് മാറ്റം വന്നത് വളരെ നല്ലതാണ്. ഇത്രകാലവും സ്വകാര്യ മാർക്കറ്റിൽ പൈസ ഇറങ്ങിയാലേ ശ്രീ സൈനദാസൻ, ഈ മാർക്കറ്റിൽ സ്വകാര്യ മുതലാളിമാർ പൈസ ഇറക്കുമ്പോൾ സ്വാഭാവികമായും ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾ തന്നെയാവും സംരക്ഷിക്കപ്പെടുക. അല്ലല്ല പക്ഷെ തൊഴിലാളികളും കൂടി അതിലൊരു ഇൻവോൾവ് ആണ്. കാരണം തൊഴിലാളികൾ ആത്മാർത്ഥമായി പണിയെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഗുണം കിട്ടും. പിന്നെ ഇപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ സ്വകാര്യ പൊതുമേഖല രീതിയിൽ തന്നെ സർക്കാരിന് തന്നെ അതിനെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയി അതിനെ വിജയിപ്പിച്ചുകൂടെ? സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ പിന്നെ എന്താ സാർ ചെയ്യാ? അപ്പം പൊതു ഇതിൽ നിന്ന് വന്നിട്ട് പണം തരണ്ടേ? ശരി, ഓക്കെ. എന്തായാലും ശ്രീ സൈനദാസനാണ് പ്രത്യേകിച്ച്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഒരു നയം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പൊതു പങ്കാളിത്തമാവാം എന്നുള്ള നയരേഖാ നിർദ്ദേശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് നല്ലതാണ് സാറേ. കാരണം വെച്ചാല് കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറിയേ പറ്റത്തില്ല. ഇപ്പൊ കമ്മ്യൂണിസം ആകുമ്പോ കോൺഗ്രസിസം ഇതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല കേരളത്തിന്. നഷ്ടത്തിലുണ്ടാക്കുന്ന ഓടുന്ന കമ്പനിയാണെങ്കിൽ അത് 50-50 പാർട്ണർഷിപ്പിൽ പ്രൈവറ്റിലും ഗവൺമെന്റിലും കൂടെ ഓടിക്കുന്നതിന് അതിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കിഫ്ബി അപ്പം കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല. ഇപ്പൊ കിഫ്ബിയുടെ റോഡുകളിൽ ടോള് എടുക്കാൻ പോകും. 10-20 രൂപ എടുക്കുന്നതിന് എന്താ കുഴപ്പം? അതിനകത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ വരുമാനം അത്. ഞാൻ ബോംബെ ടു നാഗ്പൂർ സഞ്ചരിച്ചു. 600 കിലോമീറ്റർ 6 വരി പാതയാ. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയതാ. എന്നിട്ട് അവര് ടോൾ എടുക്കുക. എവരി 150 കിലോമീറ്റർ കഴിയുമ്പോഴും ടോള് പിരിക്കുക. അതിനകത്തൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ കേരളത്തിലാവുന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഒരു മാർഗവും ഇല്ല പൈസ കൊടുക്കാൻ. ഞാൻ ഏറ്റവും വലിയ രസം കട്ട് ചെയ്യരുത്. ഞാൻ RTI നിയമപ്രകാരം ഞാൻ പിന്നെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന ശമ്പളം ചോദിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്ന UP 1500 രൂപ. രണ്ടാമത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഗുജറാത്ത് 3000 രൂപ. നാലാമത് പിന്നെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഒരു നയം മാറ്റമായിട്ടാണോ കാണുന്നത് അതോ ഒരു തിരുത്തലാണോ? എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം? സാറേ നമസ്കാരം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാർൽ മാർക്സ് ഒരു കാര്യം പറഞ്ഞല്ലോ, സകലതും മാറ്റത്തിന് വിധേയമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മാറ്റമല്ലാതെ മറ്റല്ല. അതെ, അത് മാറാൻ വേണ്ടിയാണ് സാർ. ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആകുമ്പോൾ ഞാൻ പറയുന്ന കമ്മ്യൂണിസം വേറൊരു ലോകത്തിലാണ്. ഇത് സോഷ്യലിസത്തിലേക്ക് പോലും ഇവർ കാലെടുത്ത് വെച്ചിട്ടില്ല.
ഇതിന്റെ നടുക്ക് കിടന്നുകൊണ്ടാണ് ഈ സ്വകാര്യതയും ഈ ഭരണ കാര്യങ്ങളെ ഇവര് ചെറുകിട മുതലാളിത്ത കൂട്ടമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ചെറുകിട തൊഴിലാളി വർഗ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറിപ്പോയി, അകലെ പോയി. എവിടെയാണ് തൊഴിലാളി വർഗ സംസ്കാരം ഉള്ളത്? ഞാൻ പറയാം, ഇവര് സോഷ്യലിസ്റ്റ് ആകെ ഒരു സോഷ്യലിസത്തിൽ നിന്നുകൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റില്. അപ്പൊ സോഷ്യലിസത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, സോഷ്യലിസത്തിന്റെ ലക്ഷ്യമുണ്ടെങ്കിൽ ഈ വക CPM കാണിക്കുന്ന തട്ടിപ്പിലേക്ക് പോകാൻ ഇവർക്ക് ധൈര്യം വരില്ല. കാരണം ഇവരുടെ മനസ്സിനകത്ത് സോഷ്യലിസ്റ്റ് മനോഭാവം ഇല്ല. ഈ സോഷ്യലിസത്തിന് ശേഷമല്ലേ സാറെ കമ്മ്യൂണിസത്തിലേക്ക് വരണം. അപ്പൊ സകലവിധ തട്ടിപ്പ് എല്ലാം ശരിയാകും എന്ന് വന്ന് പറഞ്ഞ ഇടക്ക് ഈ പിണറായി വിജയനെയും മരുമകനെയും എടുത്തു വെച്ചിട്ടുള്ള പിണറായി വിജയനും മരുമകനെയും മകളൊക്കെ സ്വകാര്യ അതിനകത്ത് താങ്കൾ ഇതുവരെ പറഞ്ഞത് രാഷ്ട്രീയമായ വിമർശനം, അതിനൊപ്പം പിന്നെ ഇപ്പോൾ അവസാനം പറഞ്ഞത് പക്ഷെ താങ്കൾ ഇതുവരെ പറഞ്ഞതിന്റെ ഗൗരവം ചോർത്തി കളയുന്ന വിമർശനം കൂടിയായിപ്പോയി. ഈ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ നമ്മുടെ കേരളത്തിലെ ജനത വരുന്നുണ്ട് എന്നാ എനിക്ക്. ശരി തിലകൻ, പക്ഷേ താങ്കളോട് ഒന്നുകൂടി പറയാനുള്ളത്, താങ്കൾ വിമർശനങ്ങളൊക്കെ നമ്മൾ ഗൗരവമായ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് കൂടുതൽ ഈ ബാലിശമായ വിഷയങ്ങൾ കൂടി ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം കൂടി ഇല്ലാതായി പോകും എന്നത് താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ ഒരു നയം മാറ്റമായിട്ടാണോ കാണുന്നത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാലേ ഈ ചൊല്ലുണ്ട്, അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയുന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടി ഈ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കിടന്നുറങ്ങിയപ്പോഴേക്ക് നേതാക്കന്മാർ സഹാക്കളെല്ലാം കിടന്നുറങ്ങും സ്വപ്നം കാണും. എന്നാന്ന് പറയും ബംഗാളും ത്രിപുരയൊക്കെ സ്വപ്നം കണ്ടപ്പോഴേക്ക് ആലോചിച്ചോടെ ഇത് അങ്ങനെ പോയ ഒക്കെ ഇല്ല, നമ്മളിപ്പോ തകർന്ന് തരിപ്പണം ആയിക്കൊണ്ടിരിക്കുക. ആ പാടി ഇവിടെ ഉള്ളൂ. ഇവിടെയെങ്കിലും നമുക്ക് പിടിച്ചു കയറണമെങ്കിൽ അംബാനെ അദാനിയൊക്കെ കൂട്ടുപിടിക്കാം. എനിക്കിത് പറയാനുള്ള ദേവി ഇത് അംബാനി അദാനി നാരദം ചൊല്ലി നടക്കുന്ന പോലെ നിങ്ങൾ ചാനലുകാരും ഇടതിരും വലതിരും ചൊല്ലല്ല. ഇനി ചൊല്ലിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഓടിച്ചിട്ടടി തരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയാം അംബാനി അദാനി BJP അംബാനി. രവീന്ദ്രൻ, അതൊന്നും അല്ലല്ലോ വിഷയം. BJP വിമർശിക്കുമ്പോൾ BJP വിമർശിക്കണം. ഇക്കാര്യത്തിൽ താങ്കൾക്ക് അഭിപ്രായം എന്താണ്? അതാണ് ചോദ്യം. കിരണൻ, ഞാൻ പറയട്ടെ, കോർപ്പറേറ്റുകളും വൻകിട മുതലാളിമാരും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു രാജ്യം വലുതാകുന്നേ? ഇപ്പൊ കിരണിന്റെ മുതലാളി തന്നെ ഈ പ്രസ്ഥാനം തുടങ്ങി എത്ര സംസ്ഥാനത്തുണ്ട്, എത്ര പേർക്ക് പണി കൊടുക്കുന്നത്. അല്ലാതെ ഈ CPM ശ്രീ രവീന്ദ്രൻ, നമ്മുടെ ചോദ്യം അതല്ല. ശ്രീ രവീന്ദ്രൻ, ആ വിഷയത്തിലേക്ക് വരും താങ്കൾ. അപ്പൊ വിഷയത്തിലേക്ക് വരുന്നത് ഇതാ എന്നറിയോ? നല്ല കാര്യം നല്ല മാറ്റം. താങ്കൾ ആ കാര്യം സ്വീകരിക്കുന്ന ആള് ശ്രീ സുജയാണ് പാലക്കാട് നിന്ന്. ശ്രീ സുജയ്, താങ്കൾക്ക് പറയാം. പറയൂ സാർ. സ്വകാര്യവൽക്കരണം അതൊരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ സ്വകാര്യവൽക്കരിച്ചാൽ മാത്രം തന്നെയാണ് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ BJP ഗവൺമെന്റ് അങ്ങനെ തന്നെ എല്ലാം സ്വകാര്യവൽക്കരണം പറയുന്നില്ല. റെയിൽവേ സ്വകാര്യവൽക്കാൻ പറ്റില്ല. ഈ സ്വകാര്യവൽക്കരണം ഇല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യ തലയുയർത്തി പിടിച്ചു നിന്നതും ഇന്ത്യ പിടിച്ചു നിന്നതും. ഇന്ത്യയുടെ സമ്പത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്തിന്റെ പേരിലായാലും സ്വകാര്യവൽക്കരിച്ചാൽ അത് രാജ്യത്തിന് ആത്യന്തികമായി നേട്ടമാകുമോ? നമ്മുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കാൻ താല്പര്യമില്ല. പക്ഷെ നമ്മള് റെയിൽവേനെ ഒരിക്കലും പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. സാർ എന്താ പറയൂ, അത് വേറൊരു സ്വകാര്യ ഏത് വേറെ? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ UPA സർക്കാരിന്റെ കാലത്ത് മുതൽ വിൽക്കാൻ തുടങ്ങിയതല്ലേ? ഇപ്പോൾ ഈ സർക്കാർ UPA സർക്കാരിന്റെ നയവും ഈ സർക്കാരിന്റെ നയവും തമ്മിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് വിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് വിൽക്കാതെ ഇത്രയും കാലം ഇവരുടെ എല്ലാ ഓഹരി വിറ്റെഴുതാ എങ്ങനെയാണ്? സാർ ഓഹരി വിൽക്കുന്നില്ലല്ലോ. ശരി സുജയ്, എന്തായാലും ഓഹരി വിൽക്കുന്നുണ്ട്. ശ്രീ സുജയ്, താങ്കൾ അത് പരിശോധിച്ച് നോക്കുക. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 18 പൊതുവേദിയിൽ ചർച്ച തുടരുകയാണ്. CPM കൊല്ലത്തടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്നത് ഒരു തരത്തിലും ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പൊതു പങ്കാളിത്തം PPP പരിശോധിക്കേണ്ടതാണ് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇത്രകാലവും CPM മുന്നോട്ട് വെച്ച നയ സമീപനങ്ങളിൽ വെള്ളം ചേർക്കലോ യൂട്ടേണോ ഒക്കെയാണ്. അത് ഏത് വ്യവസ്ഥയോടുകൂടിയാണ് അത് വെക്കുന്നതെങ്കിലും ആ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് ആര് ചെയ്താലും ശരി തന്നെയാണ്. കാരണം ഞാനെന്താ വെച്ചാൽ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഉണ്ടായിരുന്നു.
മംഗലാപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് കാംകോ എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ ചോക്ലേറ്റ് മാർക്കറ്റിലാഞ്ഞിട്ടാണോ നെസ്ലെ കാഡ്ബറീസ് എത്ര വിദേശ കമ്പനികൾ എത്ര എണ്ണം ഉണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയോ? അത് ഇന്ന് നശിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ മാജിക് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ടേൺസ് സാൻഡ് ഇൻ ഗോൾഡ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എറണാകുളത്തൊരു ട്രാക്ക് ഓഫ് കേബിൾസ് ഉണ്ട്, താങ്കൾക്ക് അറിയായിരിക്കും. ഒരാൾ ആത്മഹത്യ ചെയ്തു, അവിടെ കുറെ വർഷം ശമ്പളം കിട്ടാൻ ശമ്പളം കിട്ടിയില്ല, എന്തൊക്കെയോ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അത് ഗവൺമെന്റിന്റെയാണ്. കേബിളിന്റെ മാർക്കറ്റ് ആണോ ഹാവൽസ് എന്നൊക്കെ പറയുന്ന കമ്പനി ഇവിടെ നമ്മുടെ കൊച്ചൗസ ചിറ്റിലപ്പള്ളിയിൽ എന്താണ് വി-ഗാർഡിന്റെ കേബിൾസ് ഒക്കെ എത്ര ഭംഗിയായിട്ട് കയറുന്നു. അതുപോലെ എല്ലാം ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ട സ്വകാര്യ മേഖലയെ പാർട്ടിസിപ്പേഷൻ ഏൽപ്പിക്കണം. ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് പബ്ലിക് ലിമിറ്റഡ് ആയി, അതൊക്കെ അതിന്റെ ഷെയർ വാല്യൂ കൊണ്ട് എന്തുമാതിരിയാ മേലോട്ട് പോകുന്ന എന്ത് പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. ഗവൺമെന്റിനെ കൊണ്ടൊന്നും ഒരിക്കലും ഇന്ത്യയിലത്തെ ഈ സിസ്റ്റവും ഈ കോൺസ്റ്റിറ്റ്യൂഷനും വളരെ ലൂസായിട്ടുള്ള ചിന്താഗതിയൊക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇവിടെ പറയുമ്പോ കൊക്കോ ഒരു പീസ് പോലും ഗുജറാത്തിൽ ഉണ്ടാവുന്നില്ല. ഞാൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ചോക്ലേറ്റ് അവിടെ നിറച്ച് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പൊ എന്താ ഇവിടുത്തെ കൊക്കോ ഗ്രോവേഴ്സിന് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കി അങ്ങോട്ട് അടിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫ് ആണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് CPM-ന്റേത് ഒരു നയം മാറ്റമായിട്ടാണോ കാണുന്നത്, അതോ കാലത്തിനൊത്ത ഒരു മാറ്റമായിട്ടാണോ? എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് CPM-ന്റെ നയവ്യതിയാനം തന്നെയാണ്, വലതുപക്ഷത്തിലേക്കുള്ള ഒരു ചാഞ്ചാട്ടമാണ്. എന്ന് വെച്ചാൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം ടെക്നോളജിയുടെ വർധനവ്, AI-യുടെ വരവ്, ഇതെല്ലാം വെച്ച് മുൻകൂട്ടി വിലയിരുത്തുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുമായി കോമ്പറ്റീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്. CPM ഈ എടുക്കുന്ന നയം വലതുപക്ഷ വ്യതിയാനമാണ്. ഇതിപ്പോ BJP-യുമായിട്ട് കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കേരളം നിലനിൽക്കേണ്ട ആവശ്യം, കേരളത്തിലെ തൊഴിലാവസ്ഥ നിലനിൽക്കേണ്ട ആവശ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുകയാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നുള്ളൂ. പക്ഷേ ഇടതുപക്ഷമല്ല, വലതുപക്ഷ വ്യതിയാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു മാറ്റമാണോ അതോ നയം മാറ്റമാണോ? ഇത് ഒരു മാറ്റം തന്നെയാണ് സാറേ. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങള് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇത് പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കൂടി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ സാറേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാർ അത് കേൾക്കണം, സാർ അത് നല്ലപോലെ ഒന്ന് കേൾക്കണം. പറഞ്ഞോ. പിന്നെ ഈ മുഹമ്മദ് റിയാസിനെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു പണി ഈ ചാനലിലുണ്ട്. 30 വർഷക്കാലമായിട്ട് അതെല്ലാം പറഞ്ഞതാണ് ശ്രീ തങ്കച്ചൻ. അത് ആ കാര്യമൊക്കെ അവരോട് അന്നേരം തന്നെ പറഞ്ഞാണ്. അതിനകത്ത് അല്ല, എനിക്ക് ഞാൻ താങ്കൾ പറയാൻ വരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ആ സമയത്ത് പറഞ്ഞതാണ്. അല്ല, ആ ഒരു വിശദീകരണം അല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. അതൊക്കെ ആളുകൾ സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കും. വിമർശനങ്ങൾ അത് ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് അത് പാടില്ല എന്ന് തന്നെ കൃത്യമായി അവിടെ പറയുകയും ചെയ്തിരുന്നു. ശരി, അതൊക്കെ ഇപ്പൊ തങ്കച്ചന്റെ മൈക്ക് ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്തില്ലല്ലോ. അങ്ങനെ ആളുകളുടെ അങ്ങനെ നമ്മൾ ജനാധിപത്യ മര്യാദ കൂടി കാണിക്കും പരമാവധി. ശരി, നമ്മൾ പരമാവധി ജനാധിപത്യ മര്യാദ കാണിക്കും. പിന്നെ അതും കഴിഞ്ഞ് രക്ഷയില്ലാതാവുമ്പോൾ മാത്രമേ. ശരി, ശ്രീ വിനേഷ് ആണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിനേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? CPM ഇതുവരെയും തുടർന്ന ഒരു നയത്തിൽ നിന്നുള്ള ഒരു യു-ടേൺ ആണോ ഇത്? നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ സാറിനെ പ്രശംസിക്കുന്നു. സാറ് നിഷ്പക്ഷമായിട്ടാണ് ഓരോ അഭിപ്രായങ്ങൾക്കും സാറ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. നല്ല നല്ല ഇതാണ് സാറ് സെലക്ട് ചെയ്തിട്ട് ഓരോ വിഷയങ്ങൾ കൊടുക്കുന്നത്. അതിന് ആദ്യമായിട്ട് സാറിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ നയംമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇത്ര സമയം ചെയ്ത നയം ശരിയായിരുന്നില്ല എന്ന ഒരു ധാരണ അവർക്കുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്രേ ചോദിക്കാനുള്ളൂ. നയമാറ്റം നല്ലതിനാണെങ്കിൽ നല്ലതിനാണ്, അത് നമുക്ക് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ നയമാറ്റം കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്ന്. വളരെ ഷാർപ്പായ ഒരു ചോദ്യം കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നയം മാറ്റുമ്പോൾ ഇത്രകാലം സ്വീകരിച്ച നയം തെറ്റായിരുന്നു എന്നതുകൂടി അതിലൊരു വ്യാഖ്യാനമില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ചോദ്യം കൂടിയാണ് ഉന്നയിച്ചത്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്?
ഹലോ, കിരൺ മാഷ, എന്താണ് അത് പറയാനുള്ള ഒരു കാരണം എന്താണ്? സത്യത്തിൽ ഞാനിത് പുറത്താണ്, അതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ ഈ CPM-ന്റെ ഇന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ഒരു തരത്തിൽ ലാഭത്തിലാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ അതിനെ പൊതു സ്വകാര്യ പങ്കാളിത്തം PPP മോഡലിലേക്ക് മാറ്റുന്നത് പരിഗണിക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം വെക്കുന്നു. ഇത്ര കാലവും CPM-ന്റെ നയം അതായിരുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തം പാടില്ല, ഏത് നഷ്ടം വന്നാലും പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്, അങ്ങനെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്ന് ആവർത്തിച്ചു പറയുകയും അത് പ്രായോഗികമാക്കിയൊക്കെ കുറെയെങ്കിലും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തൊരു സർക്കാരാണ് ഇപ്പോൾ U-ടേൺ അടിക്കുന്നത് പോലെ ഒരു വെള്ളം ചേർക്കലിന് തുനിഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇത് സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു രേഖയുടെ ഭാഗമായിട്ടല്ലേ ഇത് പറയുന്നത്? അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സംസ്ഥാന സമ്മേളന പ്രതിനിധിയല്ലായിരുന്നു. പിന്നെ അപ്പോ എന്തായാലും നിങ്ങൾ പറഞ്ഞത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറയട്ടെ. സംസ്ഥാന സമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ, സമ്മേളനത്തിൽ മുതിർന്ന നേതാവ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരിക്കും. അത് ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ അത് രേഖയായിട്ട് പുറത്തു വരുന്നത്. അന്നേരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശ്രീ ഷാജി, നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രേഖയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ രേഖ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലൊക്കെ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രവർത്തനവും മുൻകാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വാഭാവികമായും അതിൽ അംഗീകാരം ഇപ്പൊ മാറി വന്ന ഈ മാധ്യമ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യമല്ലേ? ഷാജിക്ക് എത്ര വർഷത്തെ CPM-ന്റെ ചരിത്രത്തെ അറിയാവുന്ന ആളല്ലേ? താങ്കൾക്ക് അറിയാമല്ലോ. അത് അങ്ങനെയൊക്കെ പറയിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണെങ്കിൽ അതോടെ നിൽക്കട്ടെ, അതല്ല ഞാൻ പറയുന്നത്. ഹലോ, പറഞ്ഞോട്ടെ ഞാൻ. അപ്പോ ഈ സ്വകാര്യ പണ്ട് ഈ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ UDF എടുത്ത ഒരു ധാരണയായിരുന്നില്ല. പിന്നെ VS അച്യുതാനന്ദൻ സർക്കാർ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ ഇൻഫോ പാർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ധാരണയായിരുന്നു. അപ്പൊ കേരളത്തിന് അനുഗുണമായിട്ട് ഭാവിയൊക്കെ കണ്ടുകൊണ്ടുള്ള ധാരണയായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഈ പിന്നെ ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നതേ ഈ പിന്നെ ഈ 30 വർഷം കഴിഞ്ഞിട്ട് ഇനി ബുദ്ധി ഉദിക്കുന്ന പറയാൻ അങ്ങനെയാണെങ്കിൽ ഈ കേരളിനൊക്കെ കുറ്റിയൂരാൻ നടന്നവർ എന്നാണ് പശ്ചാത്തപിക്കുന്നത്. താങ്കൾ ഈ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. ഇങ്ങനെ ഒരു നയം മാറ്റുന്നെങ്കിൽ ഇതുവരെ അപ്പോൾ CPM സ്വീകരിച്ച നയത്തിനകത്ത് പാളിച്ച ഉണ്ട് എന്നത് കൂടിയല്ലേ? പാളിച്ച ഉണ്ടെന്ന് കേരളം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമൊന്നും അല്ലല്ലോ, ജനാധിപത്യ രാഷ്ട്രമല്ലേ. ജനാധിപത്യ രാജ്യത്തിലൊരു സംസ്ഥാനമല്ലേ. നടപ്പാക്കിയത് ഈ ഇതേ സംവിധാനത്തിൽ തന്നെയല്ലേ? എങ്ങനെ ഇവർ UDF-ഉം നേരത്തെ ക്ഷമിക്കണം, UDF അല്ല, UPA സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ച സമയത്ത് ശക്തമായ സമരത്തിലേക്ക് വന്നു. BJP ശക്തമായ സമരത്തിലേക്ക് വന്നു. അതല്ല ഈ പാർട്ടി തന്നെയല്ലേ നടത്തിയത്? അല്ല, ഈ UPA സർക്കാർ നടപ്പിലാക്കാൻ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായ, ഞാൻ ഉദാഹരിച്ചു പറഞ്ഞു, സ്മാർട്ട് സിറ്റിയുടെ കാര്യങ്ങൾ എല്ലാം നിർബാധം എഴുതി കൊടുക്കുകയായിരുന്നു. പക്ഷെ കേരള ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ, ഏത് വ്യവസ്ഥ വെച്ചാലും സ്വകാര്യ മുതലാളിക്ക് നഷ്ടത്തിലായത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാളെ ലാഭത്തിലായ ഒരു സ്ഥാപനം നഷ്ടത്തിലാക്കി സ്വകാര്യ മുതലാളി കൊടുക്കുന്നതിന് രീതിയിലേക്ക് മാറ്റം വരാതെ എല്ലാം ഞങ്ങൾ കൃത്യമായി സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അന്നും പറയാം ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണമൊന്നും അല്ല, അതുകൊണ്ട് ഈ സാമൂഹിക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വന്നു എന്നത്. അതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ഫലം എന്തായിരിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരല്ലേ മലയാളികൾ? എങ്ങനെ ഈ ഇപ്പോൾ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് ഏറ്റവും നഷ്ടത്തിലായി ഒരു തരത്തിൽ ലാഭത്തിലാക്കാൻ കഴിയാത്ത സ്ഥാപനം PPP-ലേക്ക് മാറ്റാമെന്ന നിർദ്ദേശമാണ് വെച്ചത്. നഷ്ടത്തിലായത് PP-യിലേക്ക് മാറ്റാന്ന് വെച്ചാൽ ഒരു മുതലാളി കണ്ണു വെച്ചാൽ ഏത് ലാഭത്തിലായത് നഷ്ടത്തിലാവാനൊന്നും സമയമൊന്നും വേണ്ട. ഇതിപ്പോ അപ്പുറത്ത് നിൽക്കുന്ന തോട്ടിലെ വെള്ളം പറ്റുമോ, പട്ടി തോട്ടിൽ പൊട്ടിക്കുമോ എന്നൊക്കെ ഇപ്പോഴും ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ ചോദ്യങ്ങളായിരുന്നു ഇത്ര കാലം പറഞ്ഞ ഇവര് UPA സർക്കാർ ഇത് തന്നെയാണ് പറഞ്ഞത്. നഷ്ടത്തിലാണ് സാധനങ്ങൾ, സർക്കാരിന്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഇതാണ് സ്മാർട്ട് സിറ്റി. കേരളത്തിൽ ചെറിയ രീതിയിൽ അങ്ങോട്ട് പറയാം, അതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ആ നയത്തിനകത്ത് മാറ്റം തന്നെയല്ലേ അത്? അതാ ഞാൻ പറഞ്ഞത്, ആത്യന്തികമായി നയമാറ്റം എന്ന് പറയുന്നത് കേരളം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ശരി, ഓക്കെ. എന്നാൽ ഷാജി, അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഉറച്ചിരിക്കാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുമുണ്ട്. ശ്രീ സുബ്രഹ്മണ്യനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ സുബ്രഹ്മണ്യൻ അല്ലേ? പറഞ്ഞോളൂ താങ്കൾ. ഹലോ, ശ്രീ സുബ്രഹ്മണ്യൻ അല്ലേ? അതെ അതെ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ സുബ്രഹ്മണ്യനല്ല, ഞാൻ പ്രദീപാണ്. അവിടെ സുബ്രഹ്മണ്യൻ ആരെന്ന് എഴുതി എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പ്രദീപ് പറഞ്ഞോളൂ. പ്രദീപ് എവിടെ, ന്യൂയോർക്കിൽ നിന്നാണോ? കിരൺ എന്തെങ്കിലും അജണ്ട ഉണ്ടോ? കിരൺ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുന്നത്. കിരൺ എന്തിനാണ് ഈ ആൾക്കാരെ കൂടെ ഫൈറ്റ് കൂടുന്നത്? ഈ പൊതുവേദി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും ഇനി ഒരു രാഷ്ട്രീയം ഇല്ലാത്തവനും അവന്റെ അഭിപ്രായം പറയാൻ വേണ്ടി വിളിക്കുന്നതാണ്. താങ്കൾ എന്തിനാണ് ഈ ഫൈറ്റ് കൂടുന്നത്? ആ വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. താങ്കൾ അത് ഫുൾ മുഴുവിപ്പിക്കാനുള്ള അവസരങ്ങളും കൊടുക്കൂ.
എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴും നോക്കും. പ്രദീപ്, ഇത് എനിക്ക് തോന്നുന്നു പിന്നെ പ്രദീപൻ ഇതൊരു മിനിമം 5ാമത്തെ 6ാമത്തെ തവണയാന്ന് തോന്നുന്നു എന്നോട് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രദീപ് പറഞ്ഞിട്ട് ഞാൻ മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അറിയാമോ, താങ്കളുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് കിരൺ. അത് താങ്കളുടെ രാഷ്ട്രീയം എല്ലാവരുടെ ഉള്ളിലില്ലേ പ്രദീപ്? രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് ആരെങ്കിലും കള്ളം പറയേണ്ട കാര്യമുണ്ടോ? മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന താങ്കൾക്ക് നിഷ്പക്ഷനായിരിക്കണം എന്നാണ് ഞാനിവിടെ ഏതെങ്കിലും അഭിപ്രായം പറയുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യ ബോധമില്ലാത്ത അഭിപ്രായം പറഞ്ഞാൽ, വ്യാജ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റായ അഭിപ്രായം പറഞ്ഞാൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തകൻ നിലയ്ക്ക് എനിക്കുണ്ട്. ഞാനത് തിരുത്തും. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തെറ്റാണെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. താങ്കൾ കുറെ നേരത്തെ ഇതുപോലെ 1-2 കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞ് പോയിട്ടൊന്നും വന്നില്ലല്ലോ. ഞാൻ ചൂണ്ടിക്കാണിച്ചതും താങ്കൾ അംഗീകരിച്ചില്ല. എവിടെ അംഗീകരിക്കും? ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ അവിടുത്തെ ഉദാഹരണം എടുക്കാതെ അവിടുത്തെ നിയമത്തിന്റെ ആ രേഖയൊന്നും എടുക്കാൻ പറഞ്ഞില്ല. എന്നിട്ട് കണ്ടില്ലല്ലോ. അതെ, BCC എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം അയാൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ആ ചാനലിനെതിരെ കേസ് കൊടുക്കാം. പ്രദീപ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കുറെ വർഷമായി മാധ്യമ പ്രവർത്തനം. പ്രദീപ, അക്കാര്യമൊക്കെ പ്രദീപിന് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രദീപിന് ആ വഴി അങ്ങ് സ്വീകരിക്കാം. യാതൊരു പ്രയാസവുമില്ല. ഇതിനേക്കാളും വലിയ പ്രദീപ, ഇതിനേക്കാളും വലിയ വിരട്ടുകാരെയൊക്കെ കണ്ടാണ് മാധ്യമപ്രവർത്തനത്തിൽ ഇത്രയും കാലം തുടർന്നത്. ആ വിരട്ടിലൊന്നും ഇങ്ങോട്ട് വേണ്ട. താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യം വളരെ മോശമാണ്. ഒരു മോശവുമില്ല പ്രദീപ്. താങ്കൾ എന്തിനാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യേണ്ട തീരുമാനിക്കുന്ന പ്രദീപാണോ? പ്രദീപിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രദീപിന് എന്ത് നടപടി സ്വീകരിക്കാം? വ്യക്തിഗത ചെയ്യാൻ പറ്റൂല. ആങ്കർ നിഷ്പക്ഷനായിരിക്കണമെന്നേ. ഞാൻ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. താങ്കൾക്ക് അതിന് വേറെ പക്ഷം തോന്നുന്നത് താങ്കളുടെ പക്ഷം അല്ലാതെ താങ്കളെ എങ്ങനെ വേട്ടയാടുന്നതുകൊണ്ടാണ്. താങ്കൾ എന്തുകൊണ്ടാണ് അമേരിക്ക കുറ്റം പറയുന്നത്? താങ്കൾക്ക് എന്താണ് അമേരിക്ക കുറ്റം പറയുന്നത്? ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റേ അഫാന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് മടങ്ങി വരാം. ശ്രീ VV വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആദ്യം കൊലപാതകം നടന്ന വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിൽ അഫാന്റെ പിതാവിന്റെ മാതാവാണ് ആദ്യം ഇവിടെയാണ് എത്തുന്നത്. അതിനു മുൻപ് വീട്ടിൽ അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പ്രതി. അതിനുശേഷം അവർ മരിച്ചു എന്ന് കരുതി ഇവിടേക്ക് വരികയും ഈ സ്വർണ്ണമാല എടുക്കുന്നതിന് വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു, അത് നൽകിയില്ല എന്നുള്ളതായിരുന്നു ഇവരോടുള്ള വൈരാഗ്യം. അതിന്റെ പേരിൽ ഈ കൊല നടത്തിയെന്ന മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ തെളിവെടുപ്പാണ്. പാങ്ങോട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ FIR പ്രകാരം ഒരു കൊലപാതകം മാത്രമാണ് ഈ FIRന്റെ ഭാഗമായി ചേർത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകുകയും 3 ദിവസത്തെ കസ്റ്റഡിയിൽ നെടുമങ്ങാട് കോടതി പ്രതിയെ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് ഇന്ന് രാവിലെ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിൽ തന്നെയും ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അതൊരു കൃത്രിമമായി നടത്തിയ കാര്യമാണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്, പേരുമലയിലെ വീട്ടിലേക്ക്. അതായത് ഈ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും പിന്നീട് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ വീട് പേരുമലയിലെ സ്വന്തം വീടാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അടുത്ത സംഘം അവിടേക്ക് പോകുന്നു, അന്വേഷണ സംഘം അവിടേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിയാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തെളിവെടുപ്പ് നടത്താമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ രാവിലെ ഈ സ്റ്റേഷനുള്ളിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം അതുണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായി എത്തിക്കാൻ തെളിവെടുപ്പ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ മീറ്റിംഗിന് CI പോയിരുന്നു. SHO തിരികെ എത്തിയ ശേഷം ഇപ്പോൾ ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത്. ഇവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ കരുതുന്നു. നാളെ വൈകിട്ടോടുകൂടി കോടതിയിൽ വീണ്ടും പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട്. കസ്റ്റഡി കാലാവധി അവശേഷിക്കും. ഇവിടെ എത്തി നേരത്തെ സ്വർണം ഈ പിതാവിന്റെ അമ്മയിൽ നിന്ന് വാങ്ങിയിരുന്നു, വീണ്ടും കൊടുത്തില്ല എന്നതിന്റെ പേരിലായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകം. അവർ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ വീടിന് മുന്നിൽ മകൾ താമസിച്ചിരുന്നു. അവരാരും തന്നെ ഈ നിഷ്ഠൂരമായ കൊലപാതകം അറിഞ്ഞിരുന്നില്ല. ഇവിടെ കൊലപാതകം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ബൈക്കിൽ വരികയും താഴേക്ക് ഇറങ്ങിപ്പോവുകയും 7 മിനിറ്റിനുള്ളിൽ ഈ കൊലപാതകം നടത്തി തിരികെ പോയി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വീട്ടിൽ കയറുകയും അവിടെ കൊലപാതകം നടത്തി പോവുകയും ചെയ്തു. അവർ രക്തം വാർന്ന് കിടക്കുന്നത് പിന്നീട് ബന്ധുക്കൾ കാണുകയായിരുന്നു. ഒരുപക്ഷെ തലയടിച്ച് വീണതാകാമെന്ന് കരുതി. പക്ഷെ മറ്റ് കൊലപാതകങ്ങളുടെ വിവരങ്ങൾ കൂടി അറിഞ്ഞതോടെയാണ് ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ കൃത്യം ഇവിടെ നടന്ന കാര്യം ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ തെളിവെടുപ്പ് ഇവിടെ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് പോവുകയാണ്. കിരൺ, അഫാന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ആദ്യം അഫാൻ കൊലപാതകം നടത്തിയ വീട്ടിലായിരുന്നു തെളിവെടുപ്പ്. ഇപ്പോൾ അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്കുള്ള ഇതിലാണ്. ഇന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളും അഫാൻ കൊലപാതകം നടത്തിയ എല്ലാ വീടുകളിലും ഇന്ന് തന്നെ എത്തിക്കുമോ? എങ്ങനെയാണ് വിനോദ്?
കിരൺ, ഇവിടെ പ്രധാനമായും ഈ കൊലപാതകം നടന്ന വീട്, അതോടൊപ്പം തന്നെ ഈ എരുമലയിലെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു. കാരണം ഇവിടെ വന്ന് ആ വീട്ടിലേക്ക് മടങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ പോയി എന്ന കാര്യം, ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് കവർന്ന സ്വർണ്ണമാല ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു, അവിടെ നിന്ന് പണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ധനകാര്യ സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ആയുധം വാങ്ങിയ സ്ഥലമാണ്, ചുറ്റിക വാങ്ങിയ സ്ഥലം, ആ വ്യാപാര സ്ഥാപനത്തിൽ പോകേണ്ടതുണ്ട്. നാളെ വൈകുന്നേരം വരെയാണ് സമയമുള്ളത്. ഒരുപക്ഷെ ഇന്ന് പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കിരൺ, ഈ രാവിലെ ഈ അഫാൻ എന്തോ അരമതിൽ നിന്ന് ചാടി മനഃപൂർവ്വം പരിക്കേൽപ്പിക്കാൻ വേണ്ടിയുള്ള, പരിക്ക് ശരീരത്തിൽ പറ്റാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയെന്നതുകൂടി വാർത്തയുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഒരു വ്യാജമായ കാര്യമായിരുന്നു, അല്ലെങ്കിൽ നാടകമായിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് അങ്ങനെ ഒരു വീഴ്ച, ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന് തെളിയിക്കുക, അതോടൊപ്പം തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ അത് കൃത്യസമയത്ത് തീർക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ പിതാവിന്റെ അമ്മയെയാണ് കൊലപ്പെടുത്തുന്നത്. അവരുടെ മാല കവരുന്നതിന് വേണ്ടിയായിരുന്നു ആ ശ്രമം. മാല കവർന്ന് പിന്നീട് പോവുകയും ധനകാര്യ സ്ഥാപനത്തിൽ അത് പണയം വെച്ച് പണം കൈക്കലാക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരമൊരു കാര്യത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന മൊഴിയാണ് ആവർത്തിച്ച് പ്രതി നൽകുന്നതും. ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫാന്റെ പിതാവ് അല്പം മുൻപ് ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു, അതായത് സഹോദരിയുടെ വീട്ടിലേക്ക്. അതിന് പിറകിലാണ് ഈ കൊലപാതകം നടന്ന വീടുള്ളത്. അവിടെ എത്തി അദ്ദേഹം ഏറെ നിമിഷം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. പോലീസ് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ബന്ധുക്കളും പ്രദേശവാസികളുമായ ആളുകളെല്ലാം തന്നെ ഈ തെളിവെടുപ്പ് അറിഞ്ഞ് ഇവിടേക്ക് വന്നു ചേർന്നിരുന്നു. വലിയ ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെ മുഖം മറച്ചാണ് പ്രതിയെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മാസ്ക് മാറ്റിക്കൊണ്ട് പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു. 23 വയസ്സുകാരനാണ്. ഈ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു 23-കാരൻ ഇങ്ങനെ 5 പേരെ അരിങ്കൊല ചെയ്യുക, 6 പേരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി, ഇതൊന്നും തന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അങ്ങനെ വലിയ കായിക ശേഷിയോ മറ്റോ ഒന്നുമില്ലാത്ത ഒരു 23-കാരൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊല ചെയ്തു. ഇയാളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം തന്നെ ആൾക്കാരെ അമ്പരപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വീട് ഇപ്പോൾ പോലീസ് വരുന്നവരെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊരു ഒറ്റയ്ക്ക് ഒരു വൃദ്ധ, 80 കഴിഞ്ഞൊരു വൃദ്ധ കഴിഞ്ഞിരുന്ന വീടാണ്. അവിടെയാണ് ഈ കൊച്ചുമകനെത്തി മാലയ്ക്ക് വേണ്ടി, സ്വർണത്തിന് വേണ്ടി പിതാവിന്റെ അമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. കിരൺ, വിനോദ്, അതുപോലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ? നാട്ടുകാരും പൂർണ്ണമായും അതുമായി സഹകരിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്? ഇതുവരെ അങ്ങനെ തന്നെയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതിക്ക് നേരെ ഉണ്ടായിട്ടില്ല. അവരെല്ലാം തന്നെ ഈ പ്രതി വരുന്നത്, കാരണം ഇതൊരു നാട്ടുകാരെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ നാട്ടിൽ ഒരു വളരെ നാട്ടിൻപുറമായ ഒരു സ്ഥലമാണ്, അവിടെ ഗ്രാമീണ മേഖലയാണ്. അവിടെ ഇങ്ങനെ ഒരു കൃത്യം നടക്കുക അവർക്കൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഒരു ഞെട്ടലിലും ആ ഒരു സ്തബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ നാട്. വലിയ തോതിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ആദ്യത്തെ കേന്ദ്രത്തിലാണ് പേരുമലയിലെ വീട്ടിലേക്കാണ്. അവിടെയാണ് കാമുകിയെയും അനുജനെയും അതോടൊപ്പം തന്നെ അമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മറ്റു രണ്ടുപേരെയും അവിടെ പിന്നീട് അവർ രണ്ടുപേരെയും എത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മയെ ആദ്യം ആക്രമിച്ചു മരണം ഉറപ്പായി എന്ന് വിചാരിച്ചാണ്, മരണം സംഭവിച്ചു എന്ന് വിചാരിച്ചാണ് അച്ഛന്റെ മാതാവിനെ കൊല്ലാൻ ഈ ഇവിടേക്ക് എത്തുന്നത്. അതായത് പഴയ പാങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ കൊലപാതകം നടത്തി വീണ്ടും മടങ്ങുകയും അച്ഛന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അനുജൻ വീട്ടിൽ ഉണ്ടാകുമെന്ന സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിലേക്ക് മറ്റൊരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്ത് അനുജനെ ആ ഹോട്ടലിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയം കൊണ്ട് കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു. നിഷ്ഠൂരമായി തന്നെയാണ്. ഏതാണ്ട് എല്ലാവരുടെയും മുഖത്ത്, നെഞ്ചിന് മുകളിലാണ് ഈ അടി കൊണ്ടിട്ടുള്ളത്. അവർക്കെല്ലാം തന്നെ 20 തവണയിലധികം ഇവരെ തലയ്ക്കടിക്കുന്ന, അതായത് അടിച്ച് തല പൊളിച്ചു കളയുന്ന തരത്തിൽ ഏറ്റവും നിഷ്ഠൂരമായി ആളുകളെ കൊല്ലുന്ന, ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ാണ് പ്രതി കാണിച്ചിട്ടുള്ളത്. അങ്ങനെ കാമുകിയെ കൊല്ലുന്നു. അതിനുശേഷം അനുജൻ ഭക്ഷണവുമായി വരുമ്പോൾ ആ ഭക്ഷണം
കഴിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ബലമായി റൂമിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയും അവിടെ അനുജനോട് കുറച്ചു നേരം സംസാരിച്ച് പിന്നീട് തല അടിച്ചു തകർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്നു, തനിക്ക് ശത്രുത തോന്നിയ ആൾക്കാരെ കൊല്ലുന്നു. അങ്ങനെ ഭ്രാന്ത് പിടിച്ച ഒരു ദിവസമായിരുന്നു പ്രതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അന്ന് വീട്ടിലേക്ക് പണം ചോദിച്ച് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്കുള്ള പണം ഈ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് ഓൺലൈനായി നൽകുകയും ചെയ്യുകയും ചെയ്തു. അത് ആ രണ്ട് വ്യക്തികൾ, പണം നൽകാനുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തിയാൽ ഈ കൊലപാതകം നടക്കില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയിൽ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ഈ പണം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിനിടയിൽ ബാറിൽ പോയി മദ്യപിക്കുന്നുണ്ട്. വളരെ വിചിത്രമായ രീതിയിലാണ് ഈ 23-കാരൻ പെരുമാറിയിട്ടുള്ളത്. ഒരു 23-കാരൻ ഒരു യുവാവിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ ആ ദിവസത്തെ ആ ഒരു ദിനത്തിലെ പ്രവൃത്തികൾ. കിരൺ, വിനോദ, ഇപ്പോഴും പോലീസ് കരുതുന്നത് ഇയാൾ വേറെ ഏതെങ്കിലും മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലല്ല ഈ ഇത്തരം ഒരു അതിക്രൂരമായ മനുഷ്യർ ഒരു സാധാരണ ഒരു കുറ്റവാളിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ക്രൂരമായ രീതിയിലാണ് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഒരാളെയൊക്കെ ഈ 10-20 തവണ ചുറ്റിയലിനടിച്ച് അതും തലക്കടിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഉന്മാദാവസ്ഥയിലൊക്കെ മാത്രം സാധ്യമാകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള കൊലപാതകം. എന്താവും ഒരു മാനസികാവസ്ഥ ഇയാളെ അങ്ങനെ പ്രേരിപ്പിച്ചത്? തീർച്ചയായും കിരൺ, ഈ മാനസിക രോഗ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം പരിശോധിച്ചിരുന്നു, ഇയാളുടെ മനോനില പരിശോധിച്ചിരുന്നു. എന്നാൽ അങ്ങനെ എന്തെങ്കിലും തകരാറുള്ളതായി അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയില്ല. നിരീക്ഷണത്തിലായിരുന്നു. പോലീസ് സെല്ലിൽ ആകുന്നതിന് മുൻപ് ആശുപത്രിയിൽ വാർഡിൽ തന്നെ പ്രത്യേക സുരക്ഷാ സംവിധാനത്തിൽ അയാളെ നിരീക്ഷിക്കുന്ന തരത്തിൽ ഡോക്ടർമാരുടെ ഒരു നടപടി ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് സെല്ലിലേക്ക് മാറ്റിയ ശേഷവും അങ്ങനെ തന്നെ അയാളെ നിരീക്ഷിക്കുന്ന ഒരു രീതി ഡോക്ടർമാർ സ്വീകരിച്ചു. അതിനുശേഷമാണ് മെഡിക്കൽ റിപ്പോർട്ട് അവർ നൽകുന്നത്. ഏതാണ്ട് ഒരാഴ്ചയിലധികം ആശുപത്രി വാസമുണ്ടായിരുന്നു. വിഷം കഴിച്ചു എന്നാണ് പ്രതി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായത്. ഡോക്ടർമാർ ഒരു നിർദ്ദേശം നൽകുന്നത് അല്ലെങ്കിൽ അറിയിപ്പ് നൽകുന്നത് ഇയാൾക്ക് മറ്റ് മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയോ മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സാമ്പത്തിക ബാധ്യതയിൽ വൈരാഗ്യ ബുദ്ധിയിൽ ആളുകളെ കൊല്ലുന്നു. മറ്റുള്ളവർക്ക് തനിക്ക് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്ന ചിന്തയിൽ മറ്റുള്ളവരെ കൊല്ലുന്നു. ഏതായാലും നികൃഷ്ടവുമായ ഏറ്റവും പൈശാചികമായ കൃത്യമാണ് പ്രതി ചെയ്തിട്ടുള്ളത്. 5 പേരെ ഇങ്ങനെ ചുറ്റിയതുകൊണ്ട് തലയ്ക്കടിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം. അവിടെയാണ് ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിൽ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. കിരൺ, വി വിനോദാണ് അഫാന്റെ തെളിവെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം കുറ്റകൃത്യം നടന്ന മറ്റ് വീടുകളിലേക്കും ഇന്ന് തന്നെ എല്ലായിടത്തും എത്തിച്ച് തെളിവെടുപ്പിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വിനോദ്, ഇന്ന് വൈകുന്നേരം ഈ 6 മണിക്ക് മുമ്പ് തന്നെ ഈ തെളിവെടുപ്പ് 3 എത്തിച്ച് പൂർത്തിയാക്കാൻ തന്നെയല്ലേ തീരുമാനം? കിരൺ, ഈ സൂര്യപ്രകാശം, അതായത് പകൽ വെളിച്ചത്തിൽ വേണം തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ. ഏതായിരുന്നാലും പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ച് ഈ കാര്യങ്ങൾ ഇതിന്റെ നടപടി പൂർത്തിയാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. കാരണം 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സമയം അന്വേഷണ സംഘത്തിന് മുന്നിലില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഏറെ വൈകിയിരുന്നു. ഒരുപക്ഷെ രാവിലെ തെളിവെടുപ്പ് 8 മണിയോടുകൂടി തുടങ്ങാം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ 8 മണിയോടുകൂടി ആ തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രതി ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ അരമതിലിൽ നിന്ന് താഴേക്ക് ചാടുന്നു, ശുചിമുറിക്കുള്ളിൽ പോലീസ് സ്റ്റേഷനകത്താണ് സംഭവിക്കുന്നത്. അതെല്ലാം തന്നെ ഒരു നാടകമായിരുന്നു എന്ന് പോലീസ് കരുതുന്നു. പക്ഷേ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി രാവിലെ നടക്കേണ്ടിയിരുന്ന തെളിവെടുപ്പ് ഇത്ര വൈകി. അതിനുശേഷം പക്ഷേ തെളിവെടുപ്പ് പോലീസ് ഉപേക്ഷിച്ചില്ല. കൃത്യമായി പോലീസ് എത്തുകയും ആദ്യത്തെ കേന്ദ്രത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. കിരൺ, ശരി, എന്തായാലും അഫാന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പൊതുവേദിക്കിടയിലാണ് ഇത്തരമൊരു തെളിവെടുപ്പിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം അസാധാരണമായ ഞെട്ടലോടുകൂടി നിൽക്കുന്ന ഒരു കൊലപാതകമാണ്. ഒരു 23-കാരൻ എങ്ങനെയാണ് ഇങ്ങനെ തൻ്റെ ഉറ്റവരെ, തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഈ തരത്തിലേക്ക് അതിക്രൂരമായ രീതിയിലേക്ക്, പല കൊലപാതകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ കാണുന്നതിനേക്കാളും എത്രയോ ക്രൂരമായ രീതിയിലാണ് കൊലപാതകം നടത്തിയത്. ആ ഞെട്ടൽ നിൽക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് നമ്മൾ പൊതുവേദിക്കിടയ്ക്ക് അത് കയറ്റേണ്ടി വന്നത്. എന്തായാലും പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.